ഇന്ന് മുഴുവൻ മത്സര ലോകമാണ്. മത്സര ലോകത്തിൽ എങ്ങനെ നല്ല ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാൻ പറ്റുക? കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു കവിതയുണ്ട്. കുഞ്ഞുണ്ണി മാഷിനെ കണ്ടുണ്ടോ? ഉണ്ടോ? കുഞ്ഞുണ്ണി മാഷിൻ്റെ കവിതയിൽ ഇങ്ങനെയാ പറയുക: കൂടെയല്ല ജനിക്കുന്ന നേരത്തും കൂടെയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാം വ്യഥ. കേട്ടിട്ടുണ്ടോ? കൂടെയാണോ ജനിക്കുന്നത്? കൂടെയാണോ മരിക്കുന്നത്? മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് നീയും ഞാനും എന്തിനാണ് മത്സരിക്കുന്നത്? ഒരു കൊച്ചു സമയം. അതുകൊണ്ടാണ് പ്രാർത്ഥനയിൽ ചൊല്ലുന്നത്: കർത്താവേ, എപ്പോഴോ എവിടെയോ എങ്ങനെയോ തിരുമനസ്സാകുന്ന പോലെ. എപ്പോഴാണെന്ന് ഒരുറപ്പും നമുക്കില്ല. ഇവിടെ മത്സരങ്ങൾ ലോകത്ത് നിൽക്കുമ്പോൾ ബന്ധങ്ങളുടെ ഭംശനം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. തകരുന്ന ബന്ധങ്ങൾ ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കൂടെയല്ല ജനിക്കുന്നത്, കൂടെയല്ല മരിക്കുന്നത്. അതുകൊണ്ടാണ് ഭക്തനായ മനുഷ്യൻ പറഞ്ഞത്: ജനനം 3 അക്ഷരം, ജീവിതം 3 അക്ഷരം, മരണം 3 അക്ഷരം. ജനനമെന്ന 3 അക്ഷരത്തിൽ ആരംഭിച്ച് മരണമെന്ന 3 അക്ഷരത്തിൽ അവസാനിക്കുമ്പോൾ അതിനിടയ്ക്കുള്ള കേവലം 3 അക്ഷരമാണ് എന്ത്? ജീവിതമെന്ന 3 അക്ഷരം. ഇത് കൃത്യമായി പാലിക്കപ്പെടുന്ന ഒരാത്മീക തലത്തിലേക്കുള്ള ഉയർച്ച നമുക്കുണ്ടാകുമ്പോഴാണ് ബന്ധങ്ങളുടെ വിശാലമായ ലോകത്തിലേക്ക് ജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നത്. ബന്ധങ്ങൾ ആരംഭിക്കുന്നത് ദേവാലയത്തിൽ നിന്നാണല്ലോ, അല്ലേ? അല്ലേ? മിണ്ടുന്നില്ലല്ലോ. ആണല്ലോ, അല്ലേ? ഏറെക്കാലം സായിപ്പ് അമാന്തിച്ചൊരു കാലമാണ്. എങ്ങനെയാണ് ഭാരതീയൻ, പ്രത്യേകിച്ച് മലയാളിക്ക് 30, 35, 40 വർഷം ഒരു ജീവിത പങ്കാളി? സായിപ്പിന് ടെൻഷനായിരുന്നു. കാരണം സായിപ്പിന്റെ വിഷയം എന്താണ്? സായിപ്പ് രാവിലെ കോട്ട് മാറുന്ന പോലെ മദാമയെ മാറും, മദാമ വൈകുന്നേരം അടുത്ത സായിപ്പിനെ എടുക്കും. അങ്ങനെ ഒരു ജീവിത ശൈലി ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നും അത് തന്നെ കുറവൊന്നുമില്ല. ആ സായിപ്പ് മലയാളികളെ കണ്ട് ചോദിച്ച ചോദ്യമാണ്: എങ്ങനെ 30, 40, 50 വർഷം ഒരു ജീവിത പങ്കാളിയോട് ജീവിക്കാൻ മലയാളിക്ക് കഴിയുന്നു, ഭാരതീയന് കഴിയുന്നു? പക്ഷെ ഇന്ന് സായിപ്പിനെ തോപ്പിക്കുന്ന ആരായി? മലയാളിയായി മാറി. ഞാൻ ഈ വിവാഹ കൂദാശയ്ക്ക് മെസ്സേജ് കൊടുക്കുവാൻ അവസരം കിട്ടിയാൽ പറയുന്നൊരു കാര്യമാണ്: പുതിയ കുടുംബ ബന്ധങ്ങളെ 3 വാക്കിൽ പറയാം. 3 വാക്കിൽ. എവിടെയോ വായനയിൽ എനിക്ക് കിട്ടിയതാണത്. പുതിയ കുടുംബ ബന്ധങ്ങൾ 3 വാക്കിൽ പറഞ്ഞാൽ: കണ്ടു, കെട്ടി, പൊട്ടി. കണ്ടു, കെട്ടി, പൊട്ടി. ഇത്രയും മാത്രമേ ഉള്ളൂ ഈ നമ്മുടെ സംസ്കാരത്തിൽ ജീവിത ബന്ധങ്ങൾ എന്ന് പറയുന്നത്. ഈ അടുത്ത കാലത്ത് പറയുന്നതിൽ ക്ഷമിക്കണം, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച 2 ചെറുപ്പക്കാർ. ഈ പയ്യന്റെ അമ്മ വന്ന് എന്നോട് പറയുകയാണ്: മോന് ഭയങ്കര മൗനമാണ്, അച്ഛനൊന്നും സംസാരിക്കണം. ഞാൻ ഏറെ സമയം ഈ ചെറുപ്പക്കാരോട് സംസാരിച്ചു. വിവാഹം കഴിഞ്ഞിട്ട് 10-17 ദിവസം മാത്രമേ ആകുന്നുള്ളൂ. സംസാരിച്ചു. എന്താണ് അതിൻ്റെ പ്രശ്നം? അവൻ ആദ്യമൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, എല്ലാ വിഷയത്തിനും എല്ലാ പ്രശ്നത്തിനും സൊല്യൂഷനുണ്ട്, നീ കാര്യം പറ. കാര്യം പറഞ്ഞപ്പോൾ 17-18 ദിവസം മാത്രം വിവാഹ ജീവിതം കഴിഞ്ഞ ഈ ചെറുപ്പക്കാരനെ മനുഷ്യൻ പറയുകയാണ്: അച്ഛാ, ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, ഒരു ഭാര്യയും ഭർത്താവുമായി ജീവിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഞാൻ എന്താ കാര്യം? എനിക്കറിയില്ല. അദ്ദേഹം വളരെ ഇമോഷണലായി. എനിക്കറിയില്ല. ഞാൻ ചോദിച്ചു, നിന്റെ ഭാര്യ എന്തി? അവളവിടെ വീട്ടിൽ പോയേക്കുക. ഞാൻ വരാൻ പറ. ഒരു ദിവസം പറഞ്ഞ് ആ പെൺകുട്ടിയും അവളുടെ അമ്മയുടെ വന്നു, ഇവനും വന്നു. ഞാൻ ഇവിടെ പുറത്തിരിക്കാൻ പറഞ്ഞു. ഈ പെൺകുട്ടി അമ്മയുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഭാര്യ ഭർത്താവിനെ പോലെ ജീവിക്കാനായിട്ട് കഴിയുന്നില്ല എന്നാണ് അവൻ എന്നോട് ധരിപ്പിച്ചത്. എന്താ കാര്യം? ഞാൻ പെൺകുട്ടിയോട് ചോദിച്ചു. ചോദ്യം കഴിഞ്ഞ ഉടനെ പെൺകുട്ടിയേക്കാൾ മുൻപിൽ അമ്മ ഉത്തരം പറയാൻ തുടങ്ങി.
അച്ഛാ അത്. ഞാൻ പറഞ്ഞു ഷട്ടപ്പ്, മിണ്ടരുത്. ഞാൻ ചോദിച്ചോ? ഇല്ല, മിണ്ടരുത്. ഇങ്ങനെ ബന്ധങ്ങൾ നശിപ്പിക്കാൻ പല ഇടപെടലുകൾ അറിഞ്ഞും അറിയാതെയും പല വീടുകളിലുണ്ട്. അതേ സമയത്തൊന്ന് പറയട്ടെ. പെൺകുട്ടി ഞാൻ ചോദിച്ചു എന്താ കാര്യം? അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞേ അവൻ മാനസികമായിട്ട് ഒത്തിരി ഡൗൺ ആണ്, നീ വളരെ ഹാപ്പിയാണ്. രണ്ടും രണ്ട് വ്യത്യസ്തമായ ധ്രുവങ്ങളാണല്ലോ. എന്താ കാര്യം? കാര്യം പറ. ഒരു മടിയും കൂടാതെ, ഞാൻ അതാ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ഒരു മടിയും കൂടാതെ 24 വയസ്സുള്ള ചെറുപ്പക്കാരിയായ പെൺകുട്ടി പറയുകയാണ്, അച്ചോ ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് എൻ്റെ ബോഡി സ്ട്രക്ചറൊക്കെ ഉണ്ടാക്കിയത്. എനിക്കൊരു തലമുറയെ ജനിപ്പിക്കുവാൻ ഇപ്പോൾ പറ്റില്ല. നമ്മുടെ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളായത്. എനിക്കൊരു കുഞ്ഞിനെ ജനിപ്പിക്കാൻ പറ്റില്ലച്ചോ. എന്തിനാ പിന്നെ വിവാഹ കൂദാശ നടത്തുന്നത്? വിവാഹ കൂദാശയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ അനുവാദമാണ് നീ തലമുറകളെ ജനിപ്പിച്ച് അബ്രഹാമിന്റെയും ഇസഹാക്കിനും യാക്കോബിനും ദൈവം കൊടുത്ത അനുഗ്രഹത്തോടെ ജീവിക്കാൻ. പക്ഷേ ഇന്നത് വേണ്ട. പാശ്ചാത്യരുടെ സംസ്കാരങ്ങളൊക്കെ കടന്നു കയറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അഭിനയവും അധിനിവേശവും എല്ലാം മനുഷ്യന് ഇന്ന് ഏറെ ഇഷ്ടമാണല്ലോ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ വഹനം 1.5 മണിക്കൂർ ദീർഘമായ സമയത്ത് പ്രാർത്ഥിച്ച് പരമേൽപ്പിച്ച് ബഹുമാനങ്ങൾ കൊടുത്ത് ബഹുമാനിക്കേണ്ടവരെ പറഞ്ഞു കൊടുത്ത് പൂർവ്വപിതാക്കന്മാരെ അനുസ്മരിച്ച് തൃത്വനാമത്തിൽ ആശീർവദിച്ചു വിടുന്ന വിവാഹബന്ധങ്ങൾ കാണുകയും കേൾക്കുകയും പൊട്ടുകയും ചെയ്യുന്ന തരംതാണ തലത്തിലേക്ക് മാറി എന്നുള്ളത് ഈ തലമുറയിൽ നമ്മെ ചിന്തിപ്പിക്കേണ്ടുന്ന കാര്യമാവണം. അതുകൊണ്ട് ഞാൻ പറയും, സായിപ്പിന് സന്തോഷമാണ്. സായിപ്പിനേക്കാൾ വിവാഹ ജീവിതത്തെയും കുടുംബജീവിതത്തെയും ദുഷ്കരമായി കാണുന്ന ഒരു മലയാളി സമൂഹം ഇവിടെ രൂപപ്പെട്ടു എന്നുള്ളത് നമ്മുടെ മനസ്സിൽ കുറ്റബോധമായിട്ട് അവശേഷിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, എനിക്ക് ഒരു വല്യമ്മച്ചിയുണ്ട്. തീരെ പ്രായക്കുറവാണ്, 96 വയസ്സുണ്ട്. എത്ര വയസ്സാ? 96. നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ ഭാഷ പറഞ്ഞ ദാറ്റ്സ് എ ഓൾഡ് പീസ്. അതൊരു പുരാ വസ്തുവാണ്, ഒരു പഴയ സാധനമാണ്. പക്ഷെ ഞാൻ എപ്പോഴും സ്കൂളിലും ഒക്കെ പറയുന്നൊരു കാര്യമുണ്ട്, ആ പുരാ വസ്തുക്കളുടെ കൂടെ ഒരു ബന്ധത്തിലുള്ള ജീവിതം ഉണ്ടല്ലോ, അതിന്റെ സുഖം ഒന്ന് വലുത് തന്നെയാ. ഇന്ന് ഞാൻ ഈ സുവിശേഷം പറയുമ്പോഴും ഇന്ന് വിശുദ്ധ കുർബാന വെല്ലുമ്പോഴും കർത്തൂപ്പാട്ടോട് നിൽക്കുമ്പോൾ ഒക്കെ അതിന്റെ അനുഗ്രഹമൊക്കെ നമുക്കുള്ളൂ. കാരണം 96-ാമത്തെ വയസ്സിലും ഞാൻ ദൂരെയൊക്കെ കൺവെൻഷന് പോയി, എൻ്റെ അപ്പനും അമ്മയും എൻ്റെ ഭാര്യയൊക്കെ ഉറങ്ങും. എവിടെയെങ്കിലും ദൂരെ കൺവെൻഷന് പോയി, ഞാനിപ്പോൾ വളരെ പറഞ്ഞു, അമ്മച്ചി ഞാൻ വരില്ല, നാളെ തിരുവനന്തപുരത്ത് കഴിഞ്ഞിട്ടേ ഞാൻ തിരികെ വരികയുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോരുമ്പോൾ ആയിക്കോട്ടെ, കാരണം എൻ്റെ അമ്മച്ചി 9 ഉറങ്ങുമെന്ന് എനിക്ക് ബോധമുണ്ട്. എന്നാൽ ഞാൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ടാ പോകുന്നെങ്കിൽ എൻ്റെ ബാക്കിയുള്ള എല്ലാവരും ഉറങ്ങിയാലും എൻ്റെ അമ്മച്ചി ഉറങ്ങാതിരിക്കും. ഉറങ്ങാതെ ഇങ്ങനെ കട്ടിലേ കിടക്കും. ഞാൻ വന്നു കയറി തലേന്നും തൊട്ട് അമ്മച്ചി ഞാൻ വന്നു, ഒരു ഞരങ്ങല. എൻ്റെ അർത്ഥം എന്താ? മോൻ പൊക്കോ, ഞാൻ ഉറങ്ങിക്കോളാം. ഇതൊരു ബന്ധമാണ്. അത് അനുഭവിച്ചാൽ അറിയുള്ളൂ. എനിക്ക് 38 വയസ്സുണ്ട്, എൻ്റെ അമ്മച്ചിക്ക് 96 വയസ്സുണ്ട്. 4:30 മണിക്ക് എണീക്കും. 5 മണിയാകുമ്പോ അലാം വെച്ച പോലെ ഞങ്ങൾ വീടിന്റെ മുകളിൽ ഇരുന്ന് കേൾക്കാം, അതിരാവിലെ തിരുസന്നിധി അണയുന്നോരി സമയേ. ഞങ്ങളെല്ലാം എണീക്കും, ഒന്നിച്ച് പ്രാർത്ഥന നടത്തും. ചിലപ്പോൾ ദൂരമൊക്കെ പോയി യാത്രാക്ഷണമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഒരു കുമ്പസാരോട്ടങ്ങ് പറയാ, പകുതി പ്രാർത്ഥനയാകുമ്പോൾ ഞാൻ പതിയെ അമ്മച്ചിയുടെ മടിയിലോട്ട് തലയെ വയ്ക്കും. എന്താ ഉറക്ക ക്ഷീണം. പക്ഷെ എനിക്ക് വേണ്ടി എനിക്ക് നല്ല ബോധമാണ്, എൻ്റെ അമ്മച്ചി മുഴുവൻ പ്രാർത്ഥനയും ചൊല്ലും. പ്രാർത്ഥനയൊക്കെ ചൊല്ലി തീരാറാകുമ്പോൾ ഞാൻ ഞെട്ടി ഉണരും. എങ്ങനെയാണെന്നറിയാമോ? അമ്മച്ചിയുടെ കണ്ണിൽ നിന്ന് പൊഴിയുന്ന ധാരധാര ഒഴുകുന്ന അനുഗ്രഹത്തിന്റെ കണ്ണുനീർ എൻ്റെ മുഖങ്ങളിലേക്കും തലകളിലേക്കും വീഴുമ്പോ ഞാൻ ഉണരും. പ്രിയപ്പെട്ടവർ, അതൊരു ബന്ധമാണ്. ആ ഒരു ബന്ധത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വളർത്തപ്പെടണം. ആ ഒരു ബന്ധത്തിൽ നമ്മുടെ തലമുറയാവണം. എങ്കിലേ എൻ്റെ വല്യപ്പനാണെന്നും എൻ്റെ വല്യമ്മയാണെന്നും എൻ്റെ അപ്പനാണെന്നും എൻ്റെ അമ്മയാണെന്നും പറയുവാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഴിയുള്ളൂ. അല്ലേ പറയും, സ്വന്തം അമ്മയെ കണ്ടിട്ട് സ്കൂളിൽ കൂട്ടുകാരെ പരിചയപ്പെടുത്തി കൊടുത്തു, ഞങ്ങളുടെ വീട്ടിലെ വേലക്കാരിയാണ്.
ഞങ്ങളുടെ സെർവൻ്റ് ആണ് എന്ന് പറയുന്ന മക്കളെ പോലും എനിക്കറിയാം. അമ്മ അമ്മ മകന്റെ കുറ്റം പറഞ്ഞതിന് വയറിലേക്ക് ചവിട്ടിയ മകനെ എനിക്കറിയാം. ഇതൊക്കെ പറയുമ്പോൾ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് പറയുകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് വിശാലമായൊരു ബന്ധത്തിന്റെ ആവിഷ്കരണം നമ്മുടെ വീടുകളിൽ ഉണ്ടായിരുന്നു. പാസ്റ്റാണ്, ഉണ്ടായിരുന്നു. ഇന്നുണ്ടോ എന്നുള്ളത് അന്വേഷണമാവണം. ഒരു കാര്യം പറയാം, ദൈവസന്നിധിയിൽ കരയാത്ത അപ്പനും കരയാത്ത അമ്മയില്ലെങ്കിൽ ഒരു തലമുറ നന്നാവില്ല. പല രീതിയിലും പറയാറുണ്ട്, നീ അവനെ കണ്ടുപിടിക്കുക, നീ അവളെ കണ്ടുപിടിക്കുക, നീ കർത്താവിനെ പോലെ ആവണം, നല്ല കാര്യം, നീ ഗാന്ധിയെ പോലെ ആവണം, നല്ല കാര്യം. പക്ഷേ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും അപ്പനും അമ്മയ്ക്കും ഇന്നേ വരെ പറയാൻ പറ്റുമോ, മോനെ മോളെ നീ അപ്പയെ പോലെ ആവ്, അമ്മയെ പോലെ ആവണമെന്ന് പറയാൻ പറ്റിയോ? പറ്റിയില്ല. അവിടെയാണ് നമ്മുടെ മൂല്യച്യുതി, അവിടെയാണ് ബന്ധങ്ങളിൽ നമ്മൾ പരാജയപ്പെട്ടു പോയത്. എബ്രഹാം ലിങ്കന്റെ ജീവിതങ്ങൾ നിങ്ങൾ ഒരു പക്ഷേ 2018 സ്കൂൾ തുറക്കുന്ന സമയത്ത് പത്രങ്ങളിലൊക്കെ വന്നതാണ്. എബ്രഹാം ലിങ്കന്റെ അപ്പൻ അദ്ദേഹത്തിൻ്റെ ടീച്ചറിന്, എബ്രഹാം ലിങ്കനെ പഠിപ്പിക്കുന്ന അധ്യാപകന് അയച്ചൊരു എഴുത്തുണ്ട്. എൻ്റെ മോനെ ശിക്ഷിക്കണം, എൻ്റെ മോനെ ശാസിക്കണം, എൻ്റെ മോനെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം. നമുക്കങ്ങനെ പറ്റുന്നുണ്ടോ? മക്കളെ പേടിപ്പിച്ചാൽ ആ പേടിക്കൊപ്പം തുള്ളുന്ന അപ്പനും അമ്മയില്ലേ എന്നുള്ളത്? പോട്ടെ, വിശാലമായ ബന്ധത്തിൻ്റെ നല്ല തലങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങൾ ഉണ്ടാവണം. ഞാൻ എൻ്റെ വീട്ടിലിങ്ങനെ അമ്മച്ചി ഉള്ളതുകൊണ്ട് എനിക്ക് ചട്ടയും മുണ്ടും ഉടുത്ത ഇവിടെ ഒറ്റ ഒരാൾ പോലും ഇല്ല, പേരിന് പോലും ആരുമില്ല. ചട്ടയും മുണ്ടും കൊടുത്ത ഈ അമ്മച്ചിമാരുടെയൊക്കെ വലിയ ഇഷ്ടം എനിക്ക്. ഞാനൊരു 2-3 വർഷം മുമ്പ് പാമ്പാടിയിലെ ഒരമ്മച്ചി ഉണ്ടായിരുന്നു. അമ്മച്ചിക്ക് 90 വയസ്സുണ്ട്. ഞാൻ ഇടയ്ക്ക് വർത്താനമൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ അമ്മച്ചിയോട് ഞാൻ ചോദിച്ചു, അമ്മച്ചിയുടെ പഴയകാല ജീവിതം ഓർക്കുന്നുണ്ടോ? 90 വയസ്സുകാരെ അമ്മച്ചി ഒരു ഒറ്റ ഓട്ടം, 16-ാം വയസ്സിലോട്ടം ഉണ്ട്. ഞാനൊന്ന് പറയാമോ? പറഞ്ഞു, എന്നെ 14-ാമത്തെ വയസ്സിൽ കെട്ടിച്ചു. അല്ലേ സന്തോഷം കണ്ടോ? കെട്ടിക്കത്തില്ല, ഇപ്പം നിയമങ്ങളൊക്കെ ഉണ്ട്, അത് പഴയകാലമായിരുന്നു. എന്നെ 14-ാമത്തെ വയസ്സിൽ കെട്ടിച്ചു. അപ്പച്ചൻ്റെ വീട്ടിൽ വന്നു. ഞങ്ങൾക്ക് 6 മക്കളുണ്ട്. അമ്മച്ചി അപ്പോഴത്തേക്ക് അഭിനയിക്കുക. 6 മക്കളുണ്ട്. അപ്പച്ചൻ പാടത്തും പറമ്പത്തൊക്കെ കൃഷി ചെയ്യും. സന്ധ്യയാകുമ്പോൾ അപ്പച്ചൻ പാടത്തുനിന്ന് കയറി വരുമ്പോൾ ആദ്യത്തെ ചോദ്യമാണ്, എടിയോ കട്ടൻ കൂപ്പിയുണ്ടോ? എന്താ കട്ടൻ കൂപ്പിയുണ്ടോ? അമ്മച്ചി കട്ടൻ കൂപ്പി അനത്തി കൊടുക്കും. കട്ടൻ കൂപ്പി അനത്തി കൊടുത്ത് കഴിയുമ്പോൾ ആ സമയത്ത് അപ്പച്ചൻ കാപ്പി കുടിക്കുമ്പോൾ അമ്മച്ചി ചൂടുവെള്ളം എത്തും. എന്തിനാ ചൂടുവെള്ളം എത്തുന്നത്? അപ്പച്ചനെ കുളിക്കാൻ സ്വിച്ച് ഇട്ടാൽ മതിയല്ലോ, ചൂടുവെള്ളം കിട്ടുമല്ലോ, പോട്ടെ. അമ്മച്ചി ചൂടുവെള്ളം എത്തി കൊടുക്കും വരും. അപ്പച്ചൻ ചൂടുവെള്ളത്തിൽ കുളിച്ചിങ്ങനെ ഇരിക്കും. 6 ഞാൻ പറയും പ്രാർത്ഥിക്കാൻ പായിടാൻ പറയും. അമ്മച്ചിയും അപ്പച്ചനും 6 മക്കളും ഒരുമിച്ച് പ്രാർത്ഥിക്കും. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് 8:30 അപ്പച്ചൻ പറയും ഭക്ഷണം വിളമ്പും, അത്താഴം എടുക്കാൻ പറയും. അത്താഴം വിളമ്പും. അമ്മച്ചി പറയുക, ഞാൻ വിളമ്പുമ്പോൾ കൂടുതൽ ആർക്ക് വിളമ്പും? അപ്പച്ചന് വിളമ്പും. ഞാനപ്പോൾ എടുത്തു വായി ചോദിച്ചു, അമ്മച്ചി എന്തോ അപ്പച്ചനെ വിളിക്കുന്നത്? ഞാൻ അപ്പച്ചാന്നാണ് വിളിക്കുന്നത്. ഞാൻ എന്താ വിളിക്കുന്നത്? അപ്പച്ചാന്ന്. ഇന്നെന്താ വിളിക്കുന്നത്? അപ്പച്ചൻ മാറി അച്ചായയായി, അച്ചായ മാറി അച്ചയായി, അച്ച മാറി ബാബുച്ചായായി, ബാബുച്ചായം മാറി ബാബുവായി, ബാബു മാറി ബായായി. വന്ന് ആ ശൈലി നിങ്ങളെപ്പറ്റി അല്ലേ പറയുന്നത്? ആ ശൈലിയിലേക്കൊക്കെ ഇന്ന് പേരുകളൊക്കെ പോയി. ഹൃദ്യമായ ബന്ധമുണ്ടെങ്കിലേ അച്ചായ എന്നൊക്കെ വിളിക്കാൻ പറ്റുള്ളൂ. പോട്ടെ എന്ന് പറഞ്ഞ് ഇന്ന് വിഷയം ഉണ്ടാക്കരുതേ, പറയാം. അപ്പോൾ അപ്പച്ചന് ഭക്ഷണം അമ്മച്ചി കൂടുതൽ വിളമ്പും. കലത്തിലെ കൂടുതൽ ഭക്ഷണം ആർക്കാണ്? അപ്പച്ചന്. ബാക്കി മക്കൾക്കും വിളമ്പും. ചിലപ്പോൾ അമ്മച്ചിയുടെ കലത്തിൽ അധികം ഭക്ഷണം ഉണ്ടാവില്ല. പക്ഷെ മക്കൾ പഠിക്കുന്ന ഒരു പാഠമുണ്ട്. എന്താ മക്കൾ പഠിക്കുന്ന പാഠം?
ഈ അച്ചായന് അപ്പച്ചൻ ആരോഗ്യമുണ്ടെങ്കിലേ നാളെ ഞാനും ഈ മക്കളും പറ. ഇന്ന് കിട്ടുമോ കൂടുതൽ ചോറ്? എനിക്കിന്ന് കിട്ടുന്നത് ഒരു ഗ്രീൻ സാലഡാ വൈകിട്ട് കിട്ടുന്നത്. വല്ല പള്ളിയിൽ പോയപ്പം കഴിക്കാം, ഇച്ചിരി കൊളസ്ട്രോളൊക്കെ ഉള്ളതുകൊണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നതോ? ഇന്ന് കിട്ടുന്ന 1.5 മുറി ചപ്പാത്തി കിട്ടുക വെളുപ്പാങ്കാലം അങ്ങോട്ട് പരവേശവാ. കാരണം എന്താ? വയറെന്താ? കാലിയ, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, കുക്കർ എന്ന് വേണ്ട സർവമാന അസുഖങ്ങളുള്ളത് കൊണ്ട് എന്തായാലും അധികം ഒന്നും കഴിക്കണ്ട, നല്ല കാര്യം. രണ്ടാമത്, ഭക്ഷണമൊക്കെ കഴിച്ചു കഴിയുമ്പോൾ മക്കളൊക്കെ മുഴുവൻ കഴിക്കും. ഈ അപ്പച്ചൻ തൻ്റെ പാത്രത്തിൽ ഒരു പിടി ചോറ് വെച്ചേക്കും. അതാർക്കാ? ഇന്ന് അച്ചായൻ ഒരു പിടി ചോറ് പാത്രത്തിൽ വെച്ചാൽ അത് ആര് കഴിക്കും? പറ. ഒന്നീ കോഴി കഴിക്കും, അല്ലെ വീട്ടിലെ വളർത്തുന്നതായി കഴിക്കും. നമ്മൾ കഴിക്കില്ല. കാരണം എന്താ? നമ്മുടെ ഹൈജീൻ സംസ്കാരത്തിലേക്ക് ഇന്ന് തൊടാൻ പോലും പറ്റത്തില്ല, അല്ലേ? ഞാൻ പണ്ട് പറയായിരുന്നു, നമ്മുടെ വിശുദ്ധ കുർബാനയ്ക്ക് ആദ്യ സമയം എന്തായിരുന്നു? ആദ്യ സമയത്ത് അന്യോന്യം ശ്ലോമോ നൽകുന്ന പറയുമ്പോൾ നമ്മൾ കെട്ടിപ്പിടിക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു ആരാധനയിൽ. പിന്നെ അത് ശോഷിച്ച് എന്തായി? കൈസൂരിയായി. ഇപ്പൊ എന്തായി? ഹായ്. അപ്പോ ഓരോന്നും ഇങ്ങനെ കുറഞ്ഞ് തൊടാൻ പോലും വയ്യാത്തൊരു സംസ്കാരത്തിലേക്ക് നമ്മൾ തരംതാണ് പോയി. ഇതൊക്കെ നമ്മുടെ കുഴപ്പം തന്നെ, പോട്ടെ. അപ്പോ ഈ അപ്പച്ചൻ അവശേഷിപ്പിക്കുന്ന ചോറ് കാണുമ്പോ ഈ മക്കൾക്ക് തൻ്റെ വീടിന്റെ ആദ്യത്തെ സ്കൂള് വീടെന്ന് പറയുന്നത് അതാണ്. ഈ മക്കൾക്കൊരു ബോധമുണ്ടാവുകയാണ്, എൻ്റെ ജീവിത പങ്കാളിക്ക് ഞാൻ കരുതണം. പ്രിയപ്പെട്ടവരെ, ആ ഒരു ലോകത്തെ പറ്റി ഇന്ന് സ്വപ്നം കാണാനല്ലാതെ യാഥാർത്ഥ്യമാക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ പരിശ്രമിച്ചാൽ കഴിയുമായിരിക്കും, പഴയൊരു തലമുറ നിലനിൽക്കുന്നെങ്കിൽ. അങ്ങനെ ഒരു വിശാലമായ ബന്ധത്തിന്റെ മനോഹരമായ തലങ്ങൾ നമ്മുടെ വീടുകളിൽ ആവിഷ്കരിച്ചിരുന്നു. അതൊക്കെ ഇന്ന് അന്യം നിന്ന് പോയി എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഞാൻ പറയും, ഇന്ന് നമ്മുടെ വീടുകളൊക്കെ ഹേരോദാവിന്റെ കൊട്ടാരം പോലെയാ. ആരുടെ കൊട്ടാരമാ? ഹേരോദാവിന്റെ കൊട്ടാരം. എന്താ ഹേരോദാവിന്റെ കൊട്ടാരത്തിന്റെ പ്രത്യേകത? ഒന്ന്, ഹേരോദാവ് തന്റെ സഹോദരനായ ഫിലിപ്പിന്റെ വീട്ടിൽ ചെന്നപ്പോ ഫിലിപ്പിന്റെ ഭാര്യയായിരുന്നു ആര്? ഫിലിപ്പിന്റെ ഭാര്യയുടെ പേരെന്താ? നിങ്ങൾ എന്നല്ല മനുഷ്യരെ മുണ്ടത്തില്ലല്ലോ. ഈ പള്ളി വികാരിയായിരിക്കും കൊതി തോന്നുക. ഒന്നും മിണ്ടാത്ത നല്ല ആളുകള്. ഹെരോദാവിന്റെ സഹോദരൻ ഫിലിപ്പിന്റെ ഭാര്യയുടെ പേരാണ് ഹേരോദ്യ. ഹേരോദ്യ മനോഹരമായ വിരുന്നൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഭർത്താവിന്റെ സഹോദരനെ വിളിച്ച് ഭക്ഷണമൊക്കെ കൊടുത്തു. നല്ല ഭക്ഷണം, സുഭിക്ഷമായ ഭക്ഷണം. ഹേരോദാവ് ഹേരോദ്യയുടെ ഒരു ചോദ്യം ചോദിച്ചു. എന്താ ചോദിച്ചെന്നറിയാമോ? പണ്ട് നൊസ്റ്റാൾജിയ പറയാം, മുതിർന്നവർ പറയണം. രമണനെയും ചന്ദ്രികയും അറിയാമോ? രമണനെയും ചന്ദ്രികയും അറിയാമോന്ന്? അവരുടെ ഒരു പാട്ടുണ്ട്. ഞാൻ പറയും, ഇന്നത്തെ കാലഘട്ടത്തിൽ സുവിശേഷ ഗീതം പോലെ പാടാൻ പറ്റിയൊരു പാട്ടാണ്. നിങ്ങളുടെ വികാരിക്ക് നല്ല പാട്ടുകാരനാണ്. രമണനും ചന്ദ്രികയും അവരെ അന്ന് ആവിഷ്കരിച്ചൊരു പാട്ടുണ്ട് നമ്മുടെ ബോധമനസ്സിൽ. സുവിശേഷ ഗീതം പോലെ പാടാൻ പറ്റിയ പാട്ടാണ്. ഞാൻ തുടങ്ങിത്തരാം. കാനന ഛായയിൽ ഞാനും വരട്ടെയോ നിന്റെ കൂടെ, പാടില്ല നമ്മെ നമ്മൾ പാടേ മാറന്നൊന്നും ചെയ്തു കൂടാ. നാണിക്കാതെ പാടിക്കോ, നല്ല പാട്ടാ, അർത്ഥമുള്ള പാട്ടാ. കാടിന്റെ വിശാലതയിൽ ഏകാന്തതയുണ്ട്. അവിടെ ആരുമില്ല, പ്രേമം കൈമാറുവാൻ നമ്മളിലുണ്ട് മാത്രം എന്ന് ചന്ദ്രിക പറയുമ്പോ രമണൻ പറയുകയാണ്, നോ നെവർ, പാടില്ല, നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. പഴയൊരു പാട്ടിന്റെ ബന്ധങ്ങളുടെ വിശാലതയിൽ സൂക്ഷിക്കാവുന്നൊരു പാട്ടാണ്. നമ്മെ നമ്മൾ മറന്നൊന്നും ചെയ്തുകൂടാ. ഡാഡി മമ്മി വീട്ടിലില്ല. എൻ്റെ അപ്പൻ ജിമ്മിക്ക് കമ്മൽ അടിച്ചോണ്ട് പോയി. എൻ്റെ അമ്മ ബ്രാൻഡ് കുപ്പി കുടിച്ചു തീർത്തു. ഇന്നത്തെ കാലഘട്ടത്തിന്റെ പാട്ടാ. സ്വന്തം വീട്ടിൽ സ്വന്തം മക്കൾ പാടുമ്പോൾ
അപ്പനും അമ്മയും കേട്ടോണ്ടിരിക്കുക. അപ്പനെ കള്ളാന്നും അമ്മയെ മദ്യപാനിന്ന് വിളിക്കുന്നു. അപ്പനും അമ്മയും വീട്ടിലില്ല, ഡാഡിയമ്മയും വീട്ടിലില്ല, എന്തരുതായ്മകൾ ഇവിടെ ആകാം. പ്രിയപ്പെട്ടവരെ, അതും കാലഘട്ടത്തിന്റെ ബന്ധങ്ങൾ നശിപ്പിക്കാനുള്ള സംസ്കാരത്തിന്റെ ശൂന്യത. പോട്ടെ, ഫിലിപ്പിന്റെ ഭാര്യ ഹേരോദിയോട് ചോദിച്ചു, ഹേരോദാവ്, നിന്റെ സുഭിക്ഷമായ ഭക്ഷണമാണ്, നീ എൻ്റെ കൂടെ പോരുന്നോ? ഹേരോദാവിന്റെ കൊട്ടാരത്തിൽ ഒരു പ്രശ്നം അതാണ്. സ്വന്തം സഹോദരന്റെ ഭാര്യയെ അടിച്ചു മാറ്റിക്കൊണ്ടുവന്നു, കാമുകിയാക്കി സൂക്ഷിക്കുക. അതാണ് ഞാൻ 6ാമത്തെ വാക്യത്തിൽ പറഞ്ഞത്. കാമുകിയായിരിക്കുന്നവളോ ജീവിച്ചിരിക്കയിൽ തന്നെ തന്നെ ചത്തവൾ. ഇന്ന് ഒരു സീരിയൽ സംസ്കാരം നമ്മിലുണ്ടല്ലേ? അല്ലേ? ഇന്നൊരു സീരിയൽ സംസ്കാരം ഉണ്ടോന്ന്? ഉണ്ട്. കാണുന്നവരൊക്കെ ഉണ്ട്. എനിക്ക് പേരൊന്നും അറിയത്തില്ല. ഞാൻ ഈ അടുത്ത സമയത്ത് ചിക്കൻ ബോക്സ് ആയിട്ട് ഇരുന്നപ്പോൾ ഒരു 10 ദിവസം വീട്ടിലിരിക്കേണ്ട വന്നപ്പോൾ ഇതൊക്കെ ചുമ്മാ കണ്ടു. സമയം പോണ്ടേ? കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം പറയാം. വിവാഹം കഴിഞ്ഞവരെ ചിത്രീകരിക്കുമ്പോൾ അവർക്കെല്ലാം സ്റ്റെപ്പ് അലയൻസ് ഉണ്ട്. എങ്ങനെ ഒരു കുടുംബ ബന്ധം തകർത്ത് കളയാം, എങ്ങനെ അമ്മായിയപ്പനെ കൊല്ലാം, എങ്ങനെ മോഷണം നടത്താം. ശരി തെറ്റോ? അപ്പനും അമ്മയും മക്കളുമെല്ലാം ഒരുമിച്ചിരുന്ന് കാണുമ്പോൾ നമ്മുടെ ബുദ്ധി ഉറയ്ക്കുന്ന കുഞ്ഞുങ്ങൾ കാണുന്ന ചിന്താഗതി എന്ന് പറയുന്നത് ഇതാണ് ജീവിതം. അതുകൊണ്ടാണ് കെട്ടിച്ചു വിട്ട് 14 പൊക്കം കാലം പറിച്ചിരിച്ചിങ്ങ് പോരുന്നത്. അമ്മ പറയും നീ ഇങ്ങ് പോര്. അവനും അവളും കണ്ടിരിക്കുന്ന സംസ്കാരം ഇതൊക്കെയാണ്. നമ്മൾ കൊടുക്കുന്ന ഒരു സംസ്കാരത്തിൻ്റെ ബന്ധങ്ങളുടെ ഒരു തലമുണ്ട്. അതേത് തലത്തിലാവണമെന്നുള്ളത് ഒരു അന്വേഷണമാവട്ടെ. 2ാമത് ഹേരോദാവിന്റെ കൊട്ടാരം, അവിടുത്തെ അധപ്പതനം എന്ന് പറയുന്നത് വലിയ വിശാലമായ ഒരാഘോഷം. അവിടെ പ്രത്യേകം പറയാണ് സുവിശേഷങ്ങളിൽ, അവിടെ ഈ മേൽത്തരമായ മദ്യം വിളമ്പി, മദ്യത്തിന്റെ ലഹരിയിൽ ഹേരോദാവ് ശലോമിയോട് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. മേൽത്തരമായ മദ്യങ്ങൾ വിളമ്പിയ ആഘോഷം, തൻ്റെ ബന്ധങ്ങളുടെ വിശാലത കൂട്ടുവാൻ ഹേരോദാവ് തൻ്റെ ജന്മദിനത്തിൽ ആഘോഷം നടത്തുകയാണ്. ഇത് നമ്മുടെ ഇടയിലുള്ള 2ാമത്തെ പ്രശ്നമാണ്. ബന്ധങ്ങളുടെ ആക്കം കൂട്ടാൻ വിദേശത്ത് നിന്ന് കൊണ്ടുവന്നാൽ 5 കുപ്പി, മിലിറ്ററിക്കാരന് 12 കുപ്പി, കൊടുക്കടാ, കുടിക്കടാ, സ്നേഹം കൂടട്ടടാ, നശിക്കട്ടടാ. ഇതല്ലേ ഇന്ന് സംഭവിക്കുന്നത്? ഒരു കാര്യം ഞാൻ പറയാം. ഈ 2 വർഷം മുമ്പ് പാലായിലെ പ്രശസ്തമായൊരു സ്കൂള്, അവിടുത്തെ പ്രിൻസിപ്പാൾ എന്നെ 2 ദിവസം ഓറിയന്റേഷന് വിളിച്ചു കുട്ടികൾക്ക് വേണ്ടി. 10ാം ക്ലാസ്സും +1 +2 പഠിക്കുന്ന ഒരു കുട്ടിയെ ഈ സിസ്റ്റർ എന്നെ പരിചയപ്പെടുത്തി. എന്നിട്ട് പറഞ്ഞു, 10ാം ക്ലാസ്സിൽ ഫുൾ A+ മേടിച്ചു വന്നവനാണ്, പക്ഷേ +2 ഇവൻ അമ്പേ പരാജയമാണ്. അവൻ്റെ പേര് ആശിഷ് എന്നാണ്. ഞാൻ ഈ കുട്ടിയോട് സംസാരിച്ചു, എന്താ മോനെ കാര്യം? അവനൊന്നും പറഞ്ഞില്ല. ഞാൻ പോരാ നേരം അവൻ്റെ തോളിൽ കൈയിട്ടിട്ട് പറഞ്ഞു, എടോ, പരിഹരിക്കാൻ പാടില്ലാത്ത ഒരു പ്രശ്നം ലോകത്തിലില്ല. എല്ലാ പ്രശ്നവും പരിഹരിക്കാൻ ഇന്ന് ആത്മഹത്യ ചെയ്യാൻ പോകുന്നവനും ഒക്കെ ചിന്തിച്ചോണം. ആത്മഹത്യ ചെയ്യാൻ പോകുന്നവനൊക്കെ ചിന്തിക്കേണ്ട കാര്യമാണ്. ലോകത്തിൽ പരിഹാരമില്ലാത്ത ഒരു പ്രശ്നമില്ല. എല്ലാ പ്രശ്നത്തിനും പരിഹാരമുണ്ട്. പക്ഷെ നമ്മുടെ മനോഗതിയുടെ പ്രശ്നമാണ്. ഒരു കള്ളത്തരം കാണിച്ച ഒരു കുട്ടിയെ കണ്ടാൽ അവൻ മരിക്കുന്നതിന് പകരം അവനെ കള്ളാന്ന് വിളിക്കും. നമ്മുടെ മനോഗതിയുടെ പ്രശ്നമാണ്. കൊലപാതകം ചെയ്ത് ശിക്ഷ അനുഭവിച്ച് വന്നാലും അവരെന്ത് വിളിക്കും? കൊലപാതകെന്ന് വിളിക്കും. ഒരു അപ്പൻ ആത്മഹത്യ ചെയ്താൽ നമ്മൾ വിശേഷിപ്പിക്കും, അവൻ്റെ അപ്പൻ ആത്മഹത്യ ചെയ്തതാ, അവിടെ അപ്പൻ ആത്മഹത്യ ചെയ്താ എന്ന് പറഞ്ഞ് ആ വിശേഷണം കൊടുക്കും. ആ മനോഗതിയൊക്കെ മാറണം. അപ്പോൾ ഞാൻ പറഞ്ഞിടൂ, താൻ എന്നോട് സംസാരിക്കാം, കാര്യങ്ങൾ എന്തും പറയാം, ഞാൻ തൻ്റെ ഒരു ബ്രദറാണ് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ് ഞാൻ വണ്ടിയിൽ കയറാൻ ചെന്നപ്പോൾ ഈ കുട്ടി എന്നെ പുറകെ വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഫാദർ നമ്പർ തരാമെന്ന് ചോദിച്ചു. ഞാൻ നമ്പർ കൊടുത്തു. ഞാനിങ്ങ് പോരുന്നു. ഞാൻ പോരുന്നു. ഒരു 3-4 മാസം കഴിഞ്ഞ് ഒരു ദിവസം ഒരു വെള്ളിയാഴ്ച കുട്ടി എന്നെ വിളിക്കുക, ഫാദറെ ഞാൻ ആശിഷ, ഞാൻ ഏതാണ് ഇന്നടത്ത് പരിചയപ്പെട്ടത്. അമ്മ ഓക്കെ റീകളക്ട് ചെയ്ത് പറഞ്ഞു, ഓക്കെ മോനെ എനിക്ക് ഫാദറിനെ ഒന്ന് കാണണം. ഞാൻ പറഞ്ഞു, ഇന്നടത്ത് ഇന്ന സ്കൂളുണ്ട്, നീ ഇങ്ങ് വാ നമുക്ക് കാണാം. ഒരു ശനിയാഴ്ച രാവിലെ ഒരു 7-8 ആയപ്പോൾ പാലായിൽ നിന്ന് ഈ കുട്ടി എന്നെ കാണാൻ വന്നു. അപ്പോൾ ഞാൻ തിരക്കിട്ട ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവനെ കൂടെ സഹകരിപ്പിച്ച് ജോലിയൊക്കെ ചെയ്തു.
9:30 ഞങ്ങൾ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞാൻ ചുമ്മാതെ തോളെ കൈയിട്ട് അവനോട് ഇങ്ങനെ മുറ്റത്തോട് നടക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞു, നിനക്കെന്തോ എന്നോട് പറയാനുണ്ട്. ഞാൻ അച്ഛനായോണ്ടാണ് നീ ഇങ്ങനെ മറച്ചു വെക്കുന്നത്. ഞാനിപ്പോൾ അച്ഛനല്ല, നിൻ്റെ സഹോദരനാണ്, നിൻ്റെ അപ്പനാണ്, നിൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണ്. നീ പറ, എന്താ കാര്യം? ഈ കുട്ടിയുടെ വയറിങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞ പോലെ അബദ്ധമായ കർത്താവ് ഞാൻ ചിന്തിച്ചു പോയി. ഇവനങ്ങ് പൊട്ടിക്കരയുകയാണ്. കരഞ്ഞ് ഈ കുട്ടി പറയാണ്, അച്ഛാ ഫാദറെ, എൻ്റെ 10ാം ക്ലാസ് കഴിഞ്ഞ് റിസൾട്ട് കിട്ടി 7ാം മാസം 7 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ മരിച്ചു. അമ്മയ്ക്ക് ക്യാൻസറായിരുന്നു. അമ്മ മരിച്ചു. എനിക്ക് 2 പെങ്ങന്മാരാണ്. മൂത്താൾ കോട്ടയത്ത് ഒരു ടെക്സ്റ്റൈൽസിൽ സെയിൽസ് ഗേളാണ്. രണ്ടാമത്തെ ആൾ ഇപ്പോൾ BCom 3rd ഇയർ പഠിക്കുകയാണ്. അപ്പന് പ്ലംബിങ്ങും ഇലക്ട്രീഷ്യൻ വർക്കിനൊക്കെ പോവും. അങ്ങനെ ജീവിതമാണ്. പിന്നെ അപ്പൻ വെള്ളം അടിക്കുന്ന ആളാണ്, മദ്യപിക്കുന്ന ആളാണ്. ശരി, പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം, അമ്മ മരിക്കുന്ന സമയം വരെയൊക്കെ അപ്പൻ ഇച്ചിരൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ വരത്തുള്ളായിരുന്നു. പക്ഷേ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഈ ഒരു അമ്മ മരിച്ചൊരു വർഷം കഴിയുന്നതിന് മുമ്പ് ഈ അപ്പൻ മദ്യപിക്കാതെ വീട്ടിൽ വരുന്നത്. പക്ഷെ കൂടെ ഒരു സാധനം കാണും. എന്താ? ഒരു കുപ്പി കാണും, കള്ളുകുപ്പി കാണും. അതും കുഴപ്പമില്ല. ഈ അടുത്ത കാലമായിട്ട് ഈ അപ്പൻ്റെ മദ്യക്കുപ്പിയുടെ കൂടെ എല്ലിൻ്റെ പുറകെ നായകൾ എന്ന് പറഞ്ഞ പോലെ അപ്പൻ്റെ മദ്യക്കുപ്പിയുടെ കൂടെ 3-4 കൂട്ടുകാരും കാണും വീട്ടിൽ. ഒരു സാധു കുടുംബമാണ്. ഒരു പ്ലംബിങ്ങിന് പോകുന്ന ഇലക്ട്രീഷ്യനായ സാധാരണക്കാരൻ്റെ ഒരു വീടിൻ്റെ അവസ്ഥ അറിയാമല്ലോ. അപ്പം ഈ കുഞ്ഞ് പറയുകയാണ്, പപ്പയും കൂട്ടുകാരും കൂടെ മദ്യപിച്ചു കഴിഞ്ഞാൽ ഈ കൂട്ടുകാരുടെ കണ്ണുകൾ പിന്നെ അങ്ങ് പതറുക എങ്ങോട്ടാ? അവൻ്റെ സഹോദരികളിലേക്ക്. ഈ കുഞ്ഞ് എന്ത് ചെയ്യും അറിയാമോ? വലിയ അടച്ചുപൂട്ടുള്ള വാതിലൊന്നുമില്ല. ഈ 2 പെങ്ങന്മാരെ മുറിക്കുള്ളിൽ കയറ്റിയിട്ടിട്ട് പുറത്തുനിന്ന് കുറ്റിയിട്ട് ഈ കുഞ്ഞ് നേരം വെളുക്കുന്ന വരെ കാവലിരിക്കുക. നിങ്ങൾ ചിന്തിച്ചേ, ഈ കൊച്ചൻ നാളെ രാവിലെ സ്കൂളിൽ പോയാൽ ഉറങ്ങുമോ പഠിക്കുമോ? അവൻ ആ സ്കൂളിൽ ഇരുന്ന് ഉറങ്ങും. 10ാം ക്ലാസ്സിൽ ഫുൾ A+ മേടിച്ചു വന്ന നാളെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകേണ്ട ഒരു കുഞ്ഞവന്. പക്ഷേ ഒരപ്പന്റെ തരം താണ പ്രവർത്തനം കാരണം അവൻ നഷ്ടപ്പെട്ടു പോവുകയാണ്. ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവനെ വിട്ടു. ഞാൻ ഈ സിസ്റ്ററെ വിളിച്ച് പറഞ്ഞു, സിസ്റ്റർ ഇങ്ങനെയാണ് ആ വീടിൻ്റെ പ്രശ്നം, സിസ്റ്റർ ഇടപെടണം, കൃത്യമായിട്ട് ഇടപെടണം, ഇടപെട്ടേ പറ്റൂ. സിസ്റ്റർ അങ്ങനെ ആവശ്യമായ ഇൻഫോർമേഷനൊക്കെ കൊടുത്ത് ഏതായാലും സേഫായി എന്ന് ഞങ്ങളെല്ലാം വിശ്വസിച്ചു. അവരുടെ ബന്ധക്കാരെ സ്വന്തക്കാരെ അറിയിച്ചു. പോലീസിൽ വരെ സിസ്റ്റർ കൃത്യമായിട്ട് അറിയിച്ച കാര്യങ്ങളൊക്കെ ചെയ്തു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒക്കെ പോയി. ഈ കഴിഞ്ഞ പെസഹ വ്യാഴാഴ്ച, ദുഃഖവെള്ളിയാഴ്ച, ഈ കഴിഞ്ഞ ദുഃഖവെള്ളിയാഴ്ച വെളുപ്പിനെ ഒരു 4:30 ആയപ്പോൾ എൻ്റെ ഫോൺ റിങ് ചെയ്തു. ഞാൻ പള്ളിയിലാണ് താമസിക്കുക, കഷ്ടാന പാഴ്ച. റിങ് ചെയ്തു. ഞാൻ എടുത്തപ്പോൾ ഈ സിസ്റ്ററാണ്. ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്തു. എന്താ സിസ്റ്ററെ? വെളുപ്പിനെ, ഫാദറെ, ആശിഷ് സൂയിസൈഡ് ചെയ്തു. 17 വയസ്സുള്ള ആശിഷ് സൂയിസൈഡ് ചെയ്തു. സിസ്റ്റർ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരപ്പനും കൂട്ടുകാരും ചേർന്ന് അരുതാത്ത കാര്യങ്ങൾ മദ്യത്തിന്റെ ലഹരിയിൽ ഒരു വീട്ടിൽ ചെയ്തപ്പോ, ഞാൻ പറഞ്ഞല്ലോ, ഒരു കുഞ്ഞിന്റെ ജീവൻ പോലും തകർക്കുവാൻ ഒരപ്പൻ ശ്രമിച്ചു. ആരാ കുറ്റക്കാര്? ഇവിടെ ജാതിക്കോ മതത്തിനോ വർഗത്തിനോ വർണ്ണത്തിനോ വ്യത്യാസമില്ല. പ്രിയപ്പെട്ടവരെ, കരയുന്ന നൊമ്പരങ്ങൾ, ജീവിതങ്ങളുണ്ട്. ഈ തിരിച്ചറിവില്ലാതെ പോയാൽ നാളെ ഭൂമിക്ക് നമ്മൾ കണക്ക് പറയേണ്ടി വരും. നിനക്ക് തൊടുവാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത നിലയിൽ നിന്റെ ബന്ധങ്ങളെ തകർത്ത് കളഞ്ഞില്ലേ? കാരണമാരാ? നീ തന്നെയാ. ഒരു പക്ഷേ ഈ ശബ്ദപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് മദ്യപിക്കുന്നവരൊക്കെ ഉണ്ടാകാം. എന്നെ അങ്ങ് കൊന്നോട്ടെ, എനിക്ക് വിഷയമില്ല. എങ്കിലും ഞാൻ പറയാം, മദ്യപിക്കുന്ന അപ്പന്മാരും മദ്യപിക്കുന്ന അമ്മമാരും ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതങ്ങൾ, നമ്മുടെ കുടുംബങ്ങൾ തകർന്നു പോകും. മദ്യപിക്കുന്നതിന്റെ ലാഭം എന്താ? ഇത്രയും നാളും മദ്യപിച്ചത് കൊണ്ട് എനിക്കൊരു ലാഭമുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞ നാളെ മുതൽ ഷിബു ടോമറീസ് അച്ഛൻ പ്രസംഗിക്കത്തില്ല. മദ്യപിക്കുന്ന ലാഭത്തെ പറ്റി ഞാൻ പറയാം. 1, ആരോഗ്യനഷ്ടം. 2, മാനനഷ്ടം. 3, സമ്പത്തിന് നഷ്ടം. 4, അവനെ ഓർത്ത് വേദനപ്പെടുന്ന അപ്പൻ അമ്മ. 5, തോരാതെ കരയുന്ന ജീവിത പങ്കാളി. 6, അപമാന ഭാരം കൊണ്ട് തലകുനിക്കുന്ന മക്കൾ. ഇതല്ലാതെ ഒരു മദ്യപാനിക്ക് സമ്പാദ്യമുണ്ടോ? അന്വേഷിക്കണം, ചിന്തിക്കണം. ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ ബന്ധങ്ങളുടെ വിശാലതയിൽ ഉത്സവങ്ങൾ, ആഘോഷങ്ങൾ നിർവഹിച്ചപ്പോൾ മദ്യം വിളമ്പി. അവസാനം ഒരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. 3,
ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ ബന്ധങ്ങളുടെ ഊഷ്മളത. ഹെരോദ്യയുടെ മകളായ ശലോമിക്ക് സന്തോഷം നൽകാൻ വേണ്ടി ഹെരോദാവ് ഓഫറുകൾ കൊടുത്തു. ഇന്ന് ബന്ധങ്ങൾ കൂട്ടാൻ ശ്രമിക്കുവാൻ ഓരോ മാതാപിതാക്കളും ചെയ്യുന്ന കാര്യമാണ് ഓഫറുകൾ കൊടുക്കുക. 10ാം ക്ലാസ് ജയിച്ചാൽ മൊബൈൽ ഫോൺ, +2 ജയിച്ചാൽ സ്കൂട്ടർ, ഡിഗ്രി ജയിച്ചാൽ നിനക്ക് കാറ്, നിനക്ക് UK വിസ, എന്ത് വേണേലും തരാം, നീ പഠിച്ചാൽ മതി. പ്രിയപ്പെട്ടവരെ, കാലത്തിന്റെ ഗതിയോ ഗതികേടോ എനിക്കറിയില്ല. നമ്മളെ പറഞ്ഞയക്കേണ്ടുന്ന പല മക്കളെയും നമ്മുടെ ഓഫർ കാരണം നമ്മൾ ഈ ലോകത്തിൽ നിന്ന് പറഞ്ഞയക്കേണ്ട തലത്തിലായില്ലേ? നമ്മളെ പറഞ്ഞയക്കേണ്ട പല മക്കളെയും നമ്മൾ ഇന്ന് പറഞ്ഞയച്ചുകൊണ്ടിരിക്കുക. നമ്മൾ കൊടുക്കുന്ന ഓഫറുകൾ. വിശാലമായ ബന്ധങ്ങളിലേക്ക് വളരണം. കപ്പദോക്യൻ പിതാക്കന്മാരുടെ ജീവിതത്തിന്റെ ഏടുകൾ പരിശോധിച്ചാൽ അമ്മയില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് അമ്മയായി തീർന്ന സഹോദരിയും സഹോദരങ്ങൾ എത്ര വിശാലമായ ബന്ധത്തിന്റെ കാഴ്ചപ്പാടുകൾ കാണിച്ച പിതാക്കന്മാരുടെ ഓർമ്മ സ്മരിക്കുമ്പോ നമ്മുടെ ബന്ധങ്ങളുടെ വിശുദ്ധി നമുക്കൊന്ന് ചിന്തിക്കണ്ടേ? വാക്കുകൾ ചുരുക്കട്ടെ. മൂത്തവൻ അപ്പനായിരിക്കണം, മൂത്തവൾ അമ്മയായിരിക്കണം, ഇളയവർ സഹോദരങ്ങളും സഹോദരിയുമായിരിക്കണം. കാമുകിയായിരിക്കുന്നവൾ ജീവിച്ചിരിക്കൽ തന്നെ ചത്തവൾ. അനുഭവത്തിൽ നിന്നൊരു കാര്യം അവസാനിപ്പിക്കാം. ഞാൻ ഏറെ സ്നേഹിച്ച ഒരു കുഞ്ഞുണ്ട്. അവൻ്റെ പേര് ജിൻസൺ ജോഷുവ. എനിക്ക് മക്കളില്ല. അവൻ്റെ പേര് ജിൻസൺ ജോഷുവ എന്നാണ്. 14ാമത്തെ വയസ്സിൽ അവൻ്റെ കാൽമുട്ടിന് വേദന അനുഭവപ്പെട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പല ഹോസ്പിറ്റലും കൊണ്ടുപോയി. അവസാനം ഡോക്ടേഴ്സ് വിധി എഴുതി, നോ ഹോപ്പ് ഇൻ ദിസ് കേസ്, ഒരു പ്രതീക്ഷയുമില്ല. അങ്ങനെ തിരുവല്ല പുഷ്പഗിരി ഹോസ്പിറ്റലിൽ അവനെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാ ദിവസവും ഈ കുഞ്ഞിനെ കാണുവാൻ ഞാൻ ചെല്ലും. എല്ലാ ദിവസവും ചെല്ലും. അവനിഷ്ടപ്പെട്ട ആഹാരം, അവനിഷ്ടപ്പെട്ട സംസാരം, ഇഷ്ടമുള്ള ആളുകളൊക്കെ കൂട്ടി ഞാൻ അവൻ്റെ ജീവിതത്തിന് സന്തോഷം വേണമല്ലോ. ഒരു ദിവസം അവൻ എന്നോട് ആവശ്യപ്പെട്ടു, അച്ഛാ, എനിക്കൊരു കുരിശ് വേണം. ഞാനങ്ങനെ പരിമല പോയി ഒരു കുരിശൊക്കെ മേടിച്ച് പ്രാർത്ഥിച്ച് റംബാച്ചനം കൊണ്ടൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് കൊടുത്തു. ഒരു കറുത്ത ഇരടും കൊടുത്തു. ആ കുരിശിങ്ങനെ കഴുത്തിൽ കെട്ടി തൂക്കിട്ടിരിക്കുകയാണ്. മിക്കവാറും കാണുന്ന കാഴ്ച, ഈ കുരിശിങ്ങനെ നെഞ്ചത്തോട് ചേർത്ത് പിടിച്ച് ഇവൻ കിടക്കുന്നത്. 16 വയസ്സായപ്പോഴത്തെ 2 വർഷമായി. ഒരു ദിവസം എൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ ഞാൻ ചോദിച്ചു, അപ്പൻ അമ്മ എന്ത് ചെയ്യേ? അവരപ്പുറത്ത് മുറിയിലുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പോയി നോക്കുമ്പോൾ ഒരു 3.5 വയസ്സുള്ള കുഞ്ഞിങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ അപ്പനമ്മയെ ഇവൻ്റെ അപ്പനമ്മയെ ആശ്വസിപ്പിക്കുക. ഞാൻ തിരിച്ചിപ്പുറത്തെ മുറി വന്നു. എന്ന് പറഞ്ഞു, അച്ഛാ കഥ കുറ്റിയിടാൻ പറഞ്ഞു. കുറ്റിയിട്ടു. പിന്നെ ആദ്യത്തെ ചോദ്യം ഇതാണ്, ഞാൻ മരിക്കുമോ? ഞാൻ പതറിപ്പോയി. എന്താ ഉത്തരം പറയുക? ഞാൻ മരിക്കുമോ? ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല, ഞാൻ ദൈവമല്ലല്ലോ, ദൈവം നിശ്ചയിക്കട്ടെ നീ മരിക്കുമോ ഞാൻ ജീവിക്കുമോ എന്നൊക്കെ. ചിലപ്പോൾ നിന്നെക്കാളും മുന്നേ ഞാനായിരിക്കും പോകുന്നൊക്കെ തമാശ പറഞ്ഞു. പെട്ടെന്ന് ഇവൻ്റെ മനസ്സൊന്ന് മാറ്റാൻ വേണ്ടി ഞാനൊരു ചോദ്യം ചോദിച്ചു. മറുചോദ്യം, മോനെ നിനക്ക് എന്തിനാടാ ഈ കുരിശ്? എൻ്റെ വയൽ എങ്ങനെ തോന്നിയത്? ഞാൻ വേദശാസ്ത്രം പഠിച്ചിട്ടുണ്ട്, ഞാൻ സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ട്, ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അഭിമാനത്തോടെ പറയുന്ന ഒരാൾ ഞാൻ. പക്ഷേ അത്രയും നാളുള്ള ജീവിതത്തിൽ 16 വയസ്സുകാരൻ ഒരു പാഠം പറഞ്ഞു, അച്ചോ സഹിക്കാൻ വയ്യാത്ത വേദന വരുമ്പോൾ ഈ കുരിശ് എൻ്റെ ചങ്കിനോട് വെച്ച് ഞാൻ അമർത്തും. 16 വയസ്സുകാരൻ്റെ ദൈവബന്ധമാത്. സഹിക്കാൻ വയ്യാത്ത വേദന വരുമ്പോൾ അവൻ്റെതായ കാരണം കൊണ്ടല്ല അവന് രോഗമുണ്ടായത്. പക്ഷേ 16 വയസ്സുകാരനായ ജിൻസൺ ജോഷുവ എന്ന് പറയുന്ന ഒരു കുഞ്ഞ് പറയുകയാണ്, സഹിക്കാൻ വയ്യാത്ത വേദന വരുമ്പോൾ ഈ കുരിശന്റെ ചങ്കിനോട് വെച്ച് അമർത്തും. നമ്മുടെ മക്കൾക്കും നമുക്കും ഈ സാക്ഷ്യമുണ്ടോ ദൈവബന്ധത്തിൽ? രണ്ടാമത് ജിൻസൺ ജോഷുവ പറയുക, എൻ്റെ വേദന കാരണം എൻ്റെ അപ്പയും എൻ്റെ അമ്മയും കരയരുത്. ഒരു മോനേ ഉള്ളൂ. എൻ്റെ വേദന കാരണം എൻ്റെ അപ്പയും എൻ്റെ അമ്മയും കരയരുത്. എന്നെ കേൾക്കുന്ന മക്കളെ, നമുക്ക് രോഗവും ദുഃഖമൊന്നുമില്ല. പക്ഷെ നമ്മൾ കാരണം നമ്മുടെ അപ്പയും അമ്മയും എന്തുമാത്രം കരയുന്നുണ്ട്. രോഗത്തിൻ്റെ അവസ്ഥയിലും തൻ്റെതായ കാരണം കൊണ്ടല്ല രോഗം വന്നത്. ജിൻസൺ ജോഷുവ പറയുകയാണ്, എൻ്റെ വേദന കണ്ട് എൻ്റെ അപ്പയും അമ്മയും കരയരുത്. മാതാപിതാക്കളുള്ളവൻ്റെ ബന്ധം.
3, എനിക്കറിയാം എനിക്കിപ്പോൾ ശ്വാസം മുട്ടലുണ്ട്, വയറ്റിലെല്ലാം പെയിനുണ്ട്, കേൾവി കുറയുന്നുണ്ട്, ബോഡിയൊക്കെ വീക്കായിക്കൊണ്ടിരിക്കുക. പക്ഷെ എൻ്റെ കണ്ണിനൊരു കുഴപ്പമില്ല. എൻ്റെ കണ്ണിന് ഒരു കുഴപ്പമില്ല. ഞാൻ മരിച്ചാൽ ഈ സമൂഹത്തിൽ അർഹതപ്പെട്ട ആർക്കെങ്കിലും എൻ്റെ 2 കണ്ണച്ച കൊടുക്കണം. ഞാൻ മരിച്ചാൽ എൻ്റെ 2 കണ്ണ് സമൂഹത്തിൽ അർഹതപ്പെട്ട ആർക്കെങ്കിലും അച്ഛൻ കൊടുക്കണം. അവൻ്റെ കാരണം കൊണ്ടല്ല രോഗം വന്നത്, പക്ഷേ സമൂഹത്തോടുള്ള അവൻ്റെ ബന്ധം. അവസാനം ഒരു കാര്യം പറഞ്ഞു, മധുവായി ശുശ്രൂഷിക്കുന്നവനാണല്ലോ, ശുശ്രൂഷ കുപ്പായി വിട്ടേ എന്നെ അടക്കാവൂ. പ്രിയപ്പെട്ടവരെ, 2 വർഷം മുമ്പ് നവംബർ 29, അന്ന് എൻ്റെ ബർത്ത്ഡേയും കൂടാണ്. അതിപ്പോൾ ഞാൻ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടില്ല. ഉച്ചയ്ക്ക് 2 മണിക്ക് ശബ്ദം പോലും എടുക്കാൻ കുഞ്ഞിന് വയ്യ, ശ്വാസം എടുക്കാൻ വയ്യ. എങ്കിലും ഞങ്ങൾ അച്ഛന്മാർ 3-4 പേര് കൈ പിടിച്ചോണ്ട് ജിൻസൺ പറയുകയാണ്, മരണസമയത്ത് പ്രാർത്ഥിക്ക്. ഞങ്ങൾ പ്രാർത്ഥിച്ചു. അങ്ങനെ ജിൻസൺ ജോഷുവ എന്ന് പറയുന്ന തപനീയം കാച്ചിയെടുത്ത പൊന്ന് ദൈവത്തോട് ചേർന്നു. പ്രിയപ്പെട്ടവരെ, 16 വയസ്സ് മതി ഈ ജീവിതത്തിൽ വ്യത്യസ്തമായ നിലകളിൽ കൃത്യമായ ബന്ധം പുലർത്താൻ. 2 വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ള കുഞ്ഞുങ്ങൾ മതി ക്രിസ്തുവിന് വളരുവാൻ. ഈ ഒരു ബന്ധത്തോടെ ജീവിക്കുവാൻ നമുക്ക് കഴിയട്ടെ. ദൈവസ്നേഹത്തിൻ്റെ പാരമ്യതയിൽ നമുക്കായിരിക്കാം. ഒരുപാട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹമുണ്ട്, പക്ഷെ സമയം അതിക്രമിച്ചല്ലോ. എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. വീണ്ടും നിങ്ങളെ കാണുവാൻ കഴിഞ്ഞതിൽ എൻ്റെ സ്നേഹം അറിയിക്കുന്നു. പ്രിയപ്പെട്ട ജോസച്ചൻ, എന്നെ ക്ഷണിച്ചതിൽ എൻ്റെ ബഹുമാനവും വിനയവും സ്നേഹവും അച്ഛൻ അറിയിക്കട്ടെ. പ്രാർത്ഥന എന്നെ ഓർക്കുക. പ്രിയപ്പെട്ട അച്ഛനോടും സ്നേഹം അറിയിക്കട്ടെ. എൻ്റെ വാക്കുകൾ നിർത്തുന്നു.